എല്ലാവർക്കും നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. നവകേരള സദസ്സിന് തുടക്കമായി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തു. നവകേരള നിർമ്മിതിയുടെ ഭാഗമായി ഇതിനകം സംസ്ഥാന സർക്കാർ നടത്തിയ മുന്നേറ്റങ്ങളെക്കുറിച്ച് ജനങ്ങളുമായി സംവദിക്കുന്നതിനും സമൂഹത്തിൻ്റെ ചിന്താഗതികൾ അടുത്തറിയുന്നതിനുമായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന നവകേരള സദസ്സിന് ഇന്ന് കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിലെ പൈവെളികയിൽ തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. ഡിസംബർ 23 വൈകിട്ട് 6 തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നവകേരള സദസ്സ് സമാപിക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും നവകേരള സദസ്സിൻ്റെ ഭാഗമായി പര്യടനം നടത്തും. സ്വാതന്ത്ര്യസമര സേനാനികൾ, മുതിർന്ന പൗരന്മാർ, വിവിധ മേഖലകളിലെ പ്രമുഖർ, തിരഞ്ഞെടുക്കപ്പെട്ട മഹിളാ യുവജന കോളേജ് യൂണിയൻ ഭാരവാഹികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ പ്രതിഭകൾ, കലാകാരന്മാർ, സാമുദായിക സംഘടനാ നേതാക്കൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പ്രത്യേക ക്ഷണിതാക്കളാകും. നവകേരള സദസ്സ് നടക്കുന്ന ദിവസങ്ങളിൽ രാവിലെ 9 മണിക്ക് ഓരോ മണ്ഡലത്തിലെയും പ്രത്യേക ക്ഷണിതാക്കളുമായി കൂടിക്കാഴ്ച നടക്കും. തുടർന്ന് വിവിധ മണ്ഡലങ്ങളിലെ സദസ്സുകളിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര തിരിക്കും. ജനങ്ങളിൽ നിന്ന് പരാതികൾ സ്വീകരിക്കുന്നതിന് ഓരോ വേദിയിലും സംവിധാനമുണ്ടാകും. നവകേരള സദസ്സ് ആരംഭിക്കുന്നതിനും 3 മണിക്കൂർ മുമ്പ് മുതൽ പരാതികൾ സ്വീകരിച്ചു തുടങ്ങും. മുഴുവൻ പരാതികളും സ്വീകരിക്കുന്നതുവരെ കൗണ്ടറുകൾ പ്രവർത്തിക്കും. പരാതികൾ സമർപ്പിക്കുന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ കൗണ്ടറുകളിൽ ലഭ്യമാകും. മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ എന്നിവർക്ക് പ്രത്യേക കൗണ്ടറുകൾ ഒരുക്കിയിട്ടുണ്ട്. ലഭിക്കുന്ന പരാതികൾ വേഗത്തിൽ തീർപ്പാക്കാനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. എല്ലാ പരാതികൾക്കും കൈപ്പറ്റ് രസീത് നൽകും. പരാതികൾ തീർപ്പാകുന്ന മുറയ്ക്ക് തപാലിൽ അറിയിക്കുകയും ചെയ്യും. പരാതികളുടെ സ്ഥിതി www.navakeralaSAS.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്ന് രസീത് നമ്പരോ പരാതിയിലുള്ള മൊബൈൽ നമ്പരോ നൽകിയാൽ ലഭ്യമാകും. പരാതികളിൽ 2 ആഴ്ചയ്ക്കുള്ളിലും കൂടുതൽ നടപടിക്രമം ആവശ്യമെങ്കിൽ പരമാവധി 4 ആഴ്ചയ്ക്കുള്ളിലും ജില്ലാതല ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കും. സംസ്ഥാന തലത്തിൽ തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളിൽ ജില്ലാ ഓഫീസർമാർ വകുപ്പ് തല മേധാവി മുഖേന റിപ്പോർട്ട് സമർപ്പിക്കും. ഇത്തരം പരാതികൾ 45 ദിവസത്തിനകം തീർപ്പാക്കും. അപേക്ഷകന് ഇടക്കാല മറുപടിയും നൽകും. നിയമസഭാ മണ്ഡലങ്ങളിൽ MLA-മാരുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലുള്ള സംഘാടക സമിതികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതോടൊപ്പം തദ്ദേശ സ്ഥാപന പ്രതിനിധികൾക്കും ചുമതല നൽകിയിട്ടുണ്ട്. അതിദരിദ്ര കുടുംബങ്ങൾക്ക് ആഹാരം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ടുഗദർ ഫോർ തൃശ്ശൂർ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് മാസ്റ്റർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ളവരെ ചേർത്ത് പിടിക്കേണ്ട സമയമാണിതെന്ന വലിയ സന്ദേശം കൂടിയാണ് ഈ പദ്ധതി. തൃശ്ശൂർ കോർപ്പറേഷനിലെയും വിവിധ പഞ്ചായത്തുകളിലെയും അതിദരിദ്ര കുടുംബങ്ങൾക്ക് ഇനി എല്ലാ മാസവും ഭക്ഷ്യക്കിറ്റുകൾ സുരക്ഷിതമായി അവരുടെ കൈകളിൽ എത്തും. ദയ ആശുപത്രി, കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി, അമ്പലപ്പാട് സഹകരണ ബാങ്ക്, ഭാരതി കർഷക് ധനലക്ഷ്മി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോപ്പറേറ്റീവ് സൊസൈറ്റി, ജീസസ് അക്കാദമി സ്കൂൾ, വെള്ളങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ജലാറ്റിൻ കമ്പനി, ഡ്യൂറോപാക് ഇൻഡസ്ട്രീസ്, മില്ലേനിയം റബ്ബർ ടെക്നോളജീസ് എന്നിവരുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ ഉദ്ഘാടനം ചെയ്തു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പൊതുജനങ്ങൾക്ക് വേഗത്തിൽ സേവനം ലഭ്യമാക്കുകയാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ അഭിപ്രായപ്പെട്ടു. കൊല്ലം ജില്ലയിലെ പുനലൂർ നിയോജക മണ്ഡലത്തിലെ കരവാളൂർ, കുളത്തൂപ്പുഴ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു റവന്യൂ മന്ത്രി. ചടങ്ങിൽ PS സുപാൽ MLA അധ്യക്ഷത വഹിച്ചു. NK പ്രേമചന്ദ്രൻ MP, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിജിറ്റൽ സർവേ നടപടികൾ അതിവേഗം പുരോഗമിക്കുന്നു. ഡിജിറ്റൽ സർവേയുടെ 2ാം ഘട്ട സർവേ നടപടികൾ 1.8 ലക്ഷം ഹെക്ടർ ഭൂമികളിൽ പൂർത്തിയായി കഴിഞ്ഞു. 48 വില്ലേജുകളിൽ ഇതിനോടകം 9-2 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 34 വില്ലേജുകളിൽ 90% നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. കണ്ണൂർ, കാസർഗോഡ്, തൃശ്ശൂർ മുതലായ ജില്ലകളിൽ 2ാം ഘട്ട സർവേ നടപടികൾ നടന്നുവരുന്നു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന അടിസ്ഥാന മുദ്രാവാക്യമായി മുന്നോട്ട് പോകുന്ന
സർക്കാർ അവശേഷിക്കുന്ന ഭൂരഹിതർക്ക് പട്ടയങ്ങൾ നൽകുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനായി പട്ടയ മിഷൻ പ്രവർത്തനം സംസ്ഥാനമൊട്ടാകെ ഊർജിതമായി നടന്നു വരുന്നു. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു.